വയനാട്ടിലെ ആദിവാസി വയോധികയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടറെ പിരിച്ചുവിട്ടു. എടവക സ്വദേശി മഹേഷ് കുമാറിനെയാണ് പിരിച്ചുവിട്ടത്. അതേസമയം സംഭവത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നു തന്നെയുള്ള പ്രൊമോട്ടറെ ബലിയാടാക്കിയതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എടവക വീട്ടിച്ചാൽ സ്വദേശി ചുണ്ടമ്മയുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. പട്ടികവർഗ വകുപ്പിന്റെ ആംബുലൻസ് കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നായിരുന്നു പരാതി. ആംബുലൻസ് ലഭ്യമാക്കാൻ കൃത്യമായ ഇടപെടൽ നടത്താത്തതിന്റെ പേരിലാണ് ട്രൈബൽ പ്രൊമോട്ടറെ പിരിച്ചുവിട്ടത്. എന്നാൽ പ്രൊമോട്ടർ മഹേഷിനെ ബലിയാടാക്കുകയാണെന്ന് ആരോപിച്ച ട്രൈബൽ പ്രൊമോട്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പക്ഷെ പിരിച്ചുവിടാൻ പറ്റൂല. അവനെ എടുക്കുന്നവരെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊരു ദുഃഖമുള്ള കാര്യം തന്നെ. ഞങ്ങൾ ആരും തന്നെ അനാഥരവ് കാണിച്ചവർ അവരെ വേറൊരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യം അതിലുണ്ട്. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ആംബുലൻസുകൾ ലഭ്യമാക്കാൻ ശ്രമിക്കാതെ ഭരണസമിതി പ്രൊമോട്ടർക്കെതിരെ തിരിയുകയാണ് ഉണ്ടായതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ അണ്ടറിൽ 2 ആംബുലൻസ് ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതൊക്കെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അപ്പോൾ ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ശരിയല്ല. അവർ ചെയ്യേണ്ടിയിരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി OR കേളുവും വ്യക്തമാക്കിയിരുന്നു. അതിലൊരു ഗൂഢാലോചന നടന്നതായിട്ട് മനസ്സിലാവുന്നത്. കാരണം പ്രൊമോട്ടറെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രൊമോട്ടർ രാവിലെ അവിടെ വന്നു, ആംബുലൻസ് ലഭ്യമാക്കി. ആ സമയത്ത് അന്നേരം അവർ ബോഡി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആംബുലൻസ് വേറെ രോഗിയെയും കൊണ്ട് തിരുനെല്ലി ഭാഗത്തേക്ക് പോയി. പിന്നെ 3 മണിയാകുമ്പോഴാണ് പെട്ടെന്ന് ബോഡി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ പോയ ആംബുലൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹേഷിനെ തിരിച്ചെടുക്കുന്നതുവരെ സമരം തുടരാനാണ് ട്രൈബൽ പ്രൊമോട്ടർമാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, വയനാട്.